ദില്ലി മദ്യനയ അഴിമതിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA ബിബകുമാറിനെയും AAP MLA ദുർഗേഷ് പതക്കിനെയും ഇഡി ചോദ്യം ചെയ്യുന്നു. കേജ്രിവാളിന്റെ അറസ്റ്റിൽ ജയിലിന് മറുപടി വോട്ടിലൂടെ എന്ന ക്യാമ്പയിന് ആം ആദ്മി പാർട്ടി തുടക്കം കുറിച്ചു. മദ്യനയ അഴിമതിയിൽ കവിതയുടെ ഇടക്കാല ജാമ്യാപേക്ഷ കോടതി തള്ളി. ജലബോർഡ് അഴിമതിയിൽ ദില്ലി നിയമസഭയിൽ പ്രതിഷേധിച്ച BJP MLA-മാരെ സ്പീക്കർ പുറത്താക്കി. ദില്ലി മദ്യനയ അഴിമതിയിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് എതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ED. അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വസ്തനും PAയുമായ ബിബോക് കുമാർ, AAP MLA ദുർഗേഷ് പതക് എന്നിവർ ദില്ലി ED ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരായി. ഗോവയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചുമതല ഉണ്ടായ നേതാവാണ് ദുർഗേഷ്. മദ്യനയ അഴിമതിയിലൂടെ ലഭിച്ച പണം ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്നാണ് ED ആരോപണം. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ജയിലിന് മറുപടി വോട്ടിലൂടെ എന്ന ക്യാമ്പയിനിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം നൽകിയ കമ്പനികൾ രാജ്യത്തിന് ലഭിക്കേണ്ട നികുതിപ്പണം നൽകിയില്ല എന്ന് സഞ്ജയ് സിംഗ് MP ആരോപിച്ചു. കേജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നീക്കണമെന്ന ഹർജി നിരന്തരം വരുന്നതിൽ ദില്ലി ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തി. ഹർജിക്കാരന് വലിയ പിഴ ചുമത്തുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ കോടതി ഹർജി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് കൈമാറി. മദ്യനയ കേസിൽ ഇടക്കാല ജാമ്യം തേടിയുള്ള BRS നേതാവ് കവിതയുടെ ഹർജി ദില്ലി റൌസ് അവന്യൂ കോടതി തള്ളി. അന്വേഷണം നിർണായക ഘട്ടത്തിലായിരിക്കെ കവിതയെപ്പോലെ ഏറെ സ്വാധീനമുള്ള ഒരാൾക്ക് ഇടക്കാല ജാമ്യം അനുവദിക്കരുതെന്ന് ED വാദം കോടതി അംഗീകരിച്ചു. ജലബോർഡ് അഴിമതി ഉയർത്തി BJP MLA-മാർ പ്രതിഷേധിച്ചതോടെ ദില്ലി നിയമസഭ പ്രക്ഷുബ്ധമായി. 6 BJP MLA-മാരെ സ്പീക്കർ സഭയിൽ നിന്ന് പുറത്താക്കി. റിപ്പോർട്ടർ, ദില്ലി.